ബഹുമാനികളെ, അബ്ദുക്കൽ മിസ്കീനു യർജു എന്ന ഒരു പദശകലത്തെ വ്യാഖ്യാനിക്കുകയാണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ തേടുകയാണ് ഈ സെഷൻ. നമുക്കറിയാം, സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ആദിയിൽ സൃഷ്ടിക്കപ്പെട്ടത് നബി തങ്ങളുടെ പ്രകാശമാണ്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മാദാ ഖുലിഖ അവ്വല, ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താണ്? ആ സമയത്ത് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നൂരി, എന്റെ നൂറാണ്. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ. മഹാനായ ഇമാം സ്വാവിയിൽ മാലിക്കിൽ ഖൽവത്തി റഹ്മഹുല്ല പറഞ്ഞ പോലെ, വഇന്നി വഇൻ കുന്തു ബിന ആദമ സൂറത്തൻ ഫലി ഫിയ മഅനൻ ഷാഹിദുൻ ബിഉബുവതി. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവാണെന്ന് പറയാവുന്ന ഒരു ആശയം എന്നിലുണ്ട്. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബനാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ നൂർ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. അത്തരത്തിൽ പിന്നീടാണ് ലൗഹ സൃഷ്ടിക്കപ്പെട്ടത്, പിന്നീടാണ് കലം സൃഷ്ടിക്കപ്പെട്ടത്. ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുനിയയിൽ ഇത് രേഖപ്പെടുത്തുന്ന കാണാവുന്നത്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ ആദിയിൽ സൃഷ്ടിക്കപ്പെട്ട, അതല്ലെങ്കിൽ ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, ഈ പറഞ്ഞ ഹദീസിന്റെ വചനം മൗദൂ ആണെന്ന് ചർച്ചയുണ്ടെങ്കിലും മഹാനായ ഇമാം മുലാലിൽ ഖാരി റഹ്മഹുല്ല രേഖപ്പെടുത്തുന്ന കാണാം, ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ് എന്ന ആ പദം മൗദൂ ആണെങ്കിലും അതിന്റെ ആശയം മൗദൂ അല്ല. കാരണം ലൗലാക ലമാ ഖുലിഖത്തുൽ ജന്ന, ലൗലാക ലമാ ഖുലിഖത്തുൻ നാർ, ഇങ്ങനെ തുടങ്ങി നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബനാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ആഗമനം ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കടമപ്പെട്ടത്, നമ്മുടെ ഉണ്മയ്ക്ക് കാരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സാന്നിധ്യത്തിന് കാരണമായിട്ടുള്ളത് ഹബീബനാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നബിതങ്ങളോടും നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളോടും നമുക്ക് സ്നേഹമുണ്ടാകൽ അനിവാര്യമാണ്. നമ്മൾ ഖബർ സിയാറത്തിന് വേണ്ടി വിശുദ്ധമായ മദീനയിലെത്തുമ്പോൾ ആ മദീനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡിൽ കാണാം, മാ ബൈന ഖബരി വബൈതി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഈ വീടിന്റെയും ഈ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗദത്തും മിൻ റിയാദിൽ ജന്നയാണെന്ന് അവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഹദീസാണ്. എന്തുകൊണ്ടായിരിക്കും ഈ സ്ഥലം റൗദത്തും മിൻ റിയാദിൽ ജന്നയായത്? റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞാൽ ആ ഭാഗം നാളെ സ്വർഗത്തിലേക്ക് വരും, ആ സ്ഥലം നാളെ സ്വർഗത്തിലുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ സ്ഥലം അങ്ങനെ റൗദത്തും മിൻ റിയാദിൽ ജന്നയാകാനുള്ള കാരണം? നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ഇബ്നുൽ ഹജ്ജ് റഹ്മഹുല്ല അവിടുത്തെ അൽ മദ്ഖലിന്റെ 157 പേജിൽ പറയുന്ന കാണാം, അത് അന്ന മശ്യഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി അക്സർ, നബി തങ്ങൾ ആ സ്ഥലത്തു കൂടെ കൂടുതൽ നടന്നു. ഇതാ നബി തങ്ങളെ വീടിന്റെയും ആ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് നബിയുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ധാരാളമായി അവിടെ നടന്നു എന്നതുകൊണ്ടാണ് ആ സ്ഥലത്തിന് റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന സ്ഥാനം ലഭിച്ചതെന്ന് കാണാം. ഇങ്ങനെ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും മഹത്വമുണ്ട്. മദീനയുടെ മണ്ണ്, ആ മണ്ണിന് പ്രത്യേകമായ ബറക്കത്തുണ്ട്. മഹാനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബറ അലാ ലഅവാഇൽ മദീനതി വശദ്ദതിഹാ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ. ആരെങ്കിലും മദീനയിലെ പ്രയാസങ്ങൾ തരണം ചെയ്താൽ, അവിടുത്തെ തണുപ്പ് കാഠിന്യതകളൊക്കെ ക്ഷമിച്ചാൽ, ഞാൻ അവന് നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല,
ആ മദീനയിൽ എത്താൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ പൊഴിഞ്ഞുപോയി. ഒരു ഹദീസിൽ കാണാം, അൽ മദീനത്തു കൽകീരി തംഫി ഖുബ്സഹ. ഇരുമ്പ് തുരുമ്പ് പിടിച്ചു കഴിയുമ്പോൾ അത് ഉലയിലേക്ക് വെച്ച് കത്തിച്ചാൽ അതിന്റെ തുരുമ്പുകളൊക്കെ പോയി കിട്ടും. ഇതുപോലെ നമ്മൾ മദീനയിലെത്തിയാൽ തന്നെ നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ എല്ലാം കൊണ്ടും ഹബീബുന വസയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ. നബി തങ്ങളുടെ ഇഷ്കിലൂടെ ഒരാളങ്ങ് മരണപ്പെട്ടു പോയാൽ സ്വർഗത്തില. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, മൻ അശ്ഖ ഫമാത ദഖലൽ ജന്ന. ആരെങ്കിലും ഇഷ്ക് വെച്ചു, ആ ഇഷ്കിന്റെ അതിതീവ്രതയിൽ അയാൾക്ക് മരണം സംഭവിച്ചു പോയി എങ്കിൽ അയാൾ സ്വർഗത്തിലാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബിതങ്ങളുമായുള്ള സ്നേഹം വളരെ കൂടുതലാണ്. അഥവാ അതിന്റെ തലങ്ങൾ വളരെ വിശാലമാണ്. ജലാലുദ്ദീൻ റൂമി അവിടുത്തെ മസ്നവിയിൽ, മറ്റൊരു പേര് പറഞ്ഞാൽ മഅനവി, അങ്ങനെയും ഒരു പേരുണ്ട്. ആ മസ്നവിയിൽ പറയുന്ന ഒരു കഥയുണ്ട്. എന്താണ് കഥ? ഒരു ലവ്വർ, ഒരു പ്രേമിക്കുന്നയാള്, അദ്ദേഹത്തിന്റെ പ്രേമഭാജനത്തിന്റെ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ മുട്ടി, വാതിൽ മുട്ടി. അപ്പോൾ ചോദിക്കപ്പെട്ടു, ആരാണ്? പറഞ്ഞു, ഞാനാണ്. കതക് തുറക്കപ്പെട്ടില്ല. രണ്ടാം ദിവസം വീണ്ടും ചെന്നു, അപ്പോഴും കതക് മുട്ടി. ചോദിച്ചു, ആരാണ്? ഞാനാണ്. കതക് തുറക്കപ്പെട്ടില്ല. മൂന്നാം ദിവസം വീണ്ടും ചെന്നു, കതകിന് മുട്ടി. ചോദിച്ചു, ആരാണ്? നീയാണ്. നീയാണെന്ന് പറഞ്ഞപ്പോഴേക്കും കതക് തുറന്നുവെന്ന്. ഞാൻ നീയായി മാറുന്ന ഒരു സംഭവമാണ് പ്രേമമെന്ന് പറയും. അവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് നമ്മൾ സാധാരണ ഓതുന്ന അശ്റഖ ബൈത്തിൽ പറയുകയാണ്, അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ. നബിയെ തങ്ങളുടെ അബ്ദ്, നബിയെ തങ്ങളുടെ അബ്ദ് യർജു കൊതിക്കുന്നു, ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ, അവിടത്തേക്ക് അല്ലാഹു നൽകിയ ആ അസംഖ്യം ഫദ്ലുകൾ അത് ചോദിക്കുകയാണ്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. വിശുദ്ധ ഖുർആൻ പറയുന്ന കാണാം, നബിയെ തങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള ഫദ്ല് അളീമാണ്. ഒരാൾക്കും അത് വർണ്ണിക്കുകയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക സാധ്യമല്ല. ആ നിലക്കുള്ള ഫദ്ല് നബി തങ്ങളെ പക്കൽ നിന്നും ഒരാൾ ആഗ്രഹിക്കുകയാണ്. ആരാണ് ചോദിക്കുന്നത്? അബ്ദുക, അങ്ങയുടെ അബ്ദ്. അവിടെ ചിലപ്പോൾ ഇഷ്കാലാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. പലർക്കും അവിടെ അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ നബി തങ്ങളെ അബ്ദ് എന്നൊരു പ്രയോഗം ശരിയാണോ? അതിന്റെ സാങ്കത്യം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിക്കാം. പക്ഷേ ആ പ്രയോഗം ശരിയാണ്. അവിടുത്തെ അർത്ഥം എന്തല്ല? ഇബാദത്തിന്റെ അർത്ഥത്തിലുള്ള മഅബൂദ് എന്ന അർത്ഥത്തിലല്ല, ഖാദിം നാസിർ എന്ന അർത്ഥത്തിലാണ്. നോക്കൂ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. ആ ഭരണമേറ്റെടുത്ത സമയത്ത് കാണാം, അൻ സഈദ് ബിൻ മുസയ്യിബ്, മഹാനായ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ മകൻ, മദീനയിൽ അറിയപ്പെട്ട ഏറ്റവും പ്രഗത്ഭനായ താബിഈയായിരുന്നു സഈദ് റളിയല്ലാഹു. ആ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലമ്മാ വല്ലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്തു. എന്നിട്ടിതാ ഖതബൻ നാസ് അലാ മിമ്പരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുകയാണ്. നമുക്കറിയാം, മദീനയിലെ മിമ്പർ ഇങ്ങനെ നോക്കിയാൽ കുറേ പടികൾ കാണാം. കുറേ പടികൾ കാണാം. നമ്മുടെ പള്ളിയിലെ മിമ്പറെ പോലെയല്ല. എന്തുകൊണ്ട്? നബി തങ്ങൾ ചവിട്ടി നിന്ന പടിയിൽ ചവിട്ടി നിൽക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കഴിയില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി അധികം കൂട്ടി. വീണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്ന് സ്റ്റെപ്പിൽ നിൽക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു കഴിയാത്തത് കൊണ്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് കൂട്ടി. ഇങ്ങനെയാണ് മദീനയിലെ മിമ്പറിൽ സ്റ്റെപ്പുകൾ കൂടുതൽ കാണുന്നത്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്താണ്? ഫഹമിദല്ലാഹ വസ്നാ അലൈഹി, അല്ലാഹുവിനെ ഹംദും സനാഉം അർപ്പിച്ച ശേഷം പറയുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നി ഖദ് അലിംതു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അന്നകും തുഅനിസൂന മിന്നി ശിദ്ദതൻ വഗില്ല, അല്പം ഗൗരവപരമായിട്ടുള്ള സമീപനങ്ങൾ എന്റെ പക്കൽ നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു മുഖഭാവം, ബോഡി ലാംഗ്വേജ് ഞാൻ കാണുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഇന്നെ വദാലിക അന്നി കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിന്റെ നിമിത്തമെന്ന് ചോദിച്ചാൽ, ഞാൻ നബി തങ്ങളോടൊപ്പമാണല്ലോ കഴിഞ്ഞത്, നിങ്ങൾക്കറിയുമല്ലോ. അങ്ങനെ ഞാൻ നബി തങ്ങളെ കൂടെ ആയിരുന്ന സമയത്ത് കുന്തു അബ്ദഹു വഖാദിമഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അബ്ദായിരുന്നു, ഖാദിമായിരുന്നു എന്ന ഈ സംഭവത്തെ മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിന്റെ 1:26 രേഖപ്പെടുത്തിയത് കാണാം. താരീഖുൽ ഖുലഫായിൽ മഹാനായ അബ്ദുറഹ്മാൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ മനസ്സിലായത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നബി തങ്ങളോടൊപ്പം കഴിഞ്ഞപ്പോൾ കുന്തു അബ്ദഹു, ഞാൻ ആ റസൂലുള്ളാഹിന്റെ അബ്ദായിരുന്നുവെന്ന് പ്രയോഗം നടത്തിയതാണ്. അതിന്റെ അർത്ഥം ഖാദിമഹു എന്നുള്ള ആയത്ത് തഫ്സീറിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഖാദിമായിരുന്നു എന്നർത്ഥത്തിലാണ്. അതുകൊണ്ട് അബ്ദ് എന്നൊരു പ്രയോഗം ആ കിതാബിൽ വന്നത്, അബ്ദുകൽ മിസ്കീനു യർജു എന്ന പ്രയോഗം വന്നത്, അവിടെ ഒരു സാങ്കത്യവും അതിൽ ഇല്ല. തീർച്ചയായും ഖാദിം എന്ന അർത്ഥത്തിലാണത്. മഹത്തുക്കളായ സ്വഹാബികൾ എന്തൊക്കെയാണ് നബി തങ്ങളോടുള്ള സ്നേഹത്താൽ പറഞ്ഞു പോയത്. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലേ, അഫദി, ഞാൻ എൻ്റെ നഫ്സും എൻ്റെ മാലും എൻ്റെ എല്ലാം അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊന്നും വലുതല്ല. അതാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി. കുട്ടികളൊക്കെ പാട്ട് പാടാറുണ്ടല്ലോ, പുതിയ ഹിറ്റ് പാട്ടുണ്ടല്ലോ, എന്താ, ഉമ്മ ഉപ്പ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, ലാ യുഅ്മിനു അഹദും ബില്ലാഹി ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നമ്മൾ സ്നേഹിക്കണം, അല്ലേ? അതാകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി എന്ന് പറയുന്ന ഹദീസ് ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നിടത്ത് പറയുന്ന കാണാം, നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും വിഷമകരമാകുന്ന ഒരു സമയം എന്താണ്? ആ സമയത്ത് നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അങ്ങോട്ട് പോകണം. ഇതാണ് ആ മഹബത്ത്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു കുട്ടി മകൻ, ആ മകൻ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവിടുന്ന് വേർപിരിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്നെങ്കിൽ അവിടേക്ക് പോകണം, അത് മാറ്റിവെക്കണം. എത്രത്തോളം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ദഅാകുമുല്ലാഹു വ റസൂലുഹു, അല്ലേ, നിങ്ങളെ അല്ലാഹു വ റസൂലെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? നിങ്ങൾ അപ്പോൾ തന്നെ ഉത്തരം ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത്. ആയത്തിന്റെ തഫ്സീറിൽ കാണാം നമുക്ക്, നിങ്ങൾ ഫർദ് നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്നതെങ്കിൽ ആ ഫർദ് നിസ്കാരം മുറിച്ചുകൊണ്ട് നിങ്ങൾ നബി തങ്ങളെ വിളിക്ക് ഉത്തരം ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും എന്ന ആയത്തിൽ നമുക്കത് കാണാം. ഈ അർത്ഥത്തിൽ സ്നേഹിക്കപ്പെടേണ്ടവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെയാണ് അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീർ. ഓ നബി തങ്ങളെ, അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ഫദ്ൽ എത്രയോ വലുതാണത്. ആ വിശാലമായിരിക്കുന്ന ഫദ്ൽ നമ്മൾ ഇന്നലെ ഇവിടുത്തെ ഹിജ്റയുടെ ആ വഴിയിൽ ഇങ്ങനെ കണ്ടില്ലേ, സുറാഖത്ത് വന്നത്, അല്ലേ? നബി തങ്ങളെ പിന്നിൽ സുറാഖത്ത് ഇങ്ങനെ വന്നപ്പോഴേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, അടുത്തെത്തിപ്പോയി, വിഷമിക്കേണ്ടതില്ല, അല്ലേ? അവിടെ 6 സൗറിലെത്തിയപ്പോഴും പറഞ്ഞു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട. അപ്പൊ ആ നിലയ്ക്ക് അള്ളാഹുവിന്റെ സഹായം അവിടെ ലഭിക്കുന്നു. ഇങ്ങനെ ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഫദ്ൽ അതാർക്കും അളന്നു തീരുമാനിക്കുക സാധ്യമല്ല. അത്ര പ്രവിശാലമായിരിക്കുന്ന ഫദ്ലിനെയാണ് നമ്മൾ ചോദിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എല്ലാ മഹാന്മാരും തേടിയത് അത് തന്നെയാണ്. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. നബി തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് മദീനയിലില്ല, കാതങ്ങൾ അകലെയാണ്. 7 ദിവസം ഒരു കുതിര സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്തിന്റെ അപ്പുറത്താണ് ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. ആ സമയത്ത് വഫാത്തിന്റെ വിവരം കിട്ടിയപ്പോൾ അവിടുന്ന് യാത്ര തിരിച്ചു. 7 ദിവസം യാത്ര ചെയ്തിട്ട് മദീനയിൽ എത്തുകയാണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ
മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഐൻ എന്ന സ്ഥലത്ത് ഉഖബ റളിയല്ലാഹു അൻഹുവിന്റെ തർജുമ പറയുമ്പോൾ അവിടെ കാണാം ഇത്. നമുക്കറിയാം തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ പ്രത്യേകത. അതിന് ആമുഖത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആൽഫബറ്റ് ഓർഡറിലാണ് ഇതിൽ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുക. അപ്പൊ അലിഫ് കൊണ്ടാണ് ആരംഭിക്കേണ്ടത്, പക്ഷെ തുടങ്ങിയിരിക്കുന്നത് മീമു കൊണ്ടാണ്. കാരണം എന്ത്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് പറയുന്ന പേരുള്ള ആളുകൾ, ആ മുഹമ്മദ് എന്ന് പേരുള്ള ആളുകളെ ആദ്യം പറയണമെന്നത് കൊണ്ട് തന്നെ ആ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ആദ്യം മീമു പറഞ്ഞു, പിന്നെ അലിഫ് പറയുക. കണ്ടോ ആദരവ് എത്ര വലുതാ. അതുപോലെ തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു കാണാം, നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുമ്പോൾ എത്രയോ സിഫത്തുകൾ കൂട്ടിയിട്ടാണ് അവിടുന്ന് പറയുന്നത്. നമ്മളൊക്കെ റസൂലുള്ളാഹി എന്ന് പറയാൻ എത്ര വലിയ അല്ലേ. അവിടെ ഇമാം നബവി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുമ്പോൾ കാന സയ്യിദ, സയ്യിദ് കൂട്ടാതെ ഒരിക്കലും പറയുകയില്ല. അല്ലെങ്കിൽ നമുക്ക് കാണാം, ഇദാ സ്വല്ലൈതും അലയ്യ ഫഅഹ്സിനു സ്വലാത്ത അലൈഹി, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ സ്വലാത്തിനെ മനോഹരമാക്കി ചൊല്ലണമെന്ന് പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു സയ്യിദിന കൂട്ടിയാണ് നിങ്ങൾ പറയേണ്ടതെന്ന് നബി തങ്ങളുടെ പേര് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആദരവുകൾ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉഖബത്ത് ബിൻ ആമിർ അൽ-ജുഹനി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അവർ 7 ദിവസം സഞ്ചരിച്ചുകൊണ്ട് മദീനയിൽ വന്ന് നബി തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്തു. ആ സിയാറത്തിന് ശേഷം പറയുന്നത് എന്താണ്? 7 ദിവസം യാത്ര ചെയ്തു വല്ലാതെ ക്ഷീണിതനാണ് ഞാൻ, ഒരു 2.5 ദിവസം കൊണ്ട് എന്നെ അവിടെ എത്തിച്ചേരണം, ഒരു 2.5 ദിവസം കൊണ്ട് എന്നെ ഒന്ന് അവിടെ എത്തിച്ചു തരണം എന്നാണ്. യാ ഹബീബല്ലാഹ്, എന്തെല്ലാം ഫദലുകളാണ് നബി തങ്ങൾക്കുള്ളത്, എന്തെല്ലാമാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, എല്ലാം ചോദിക്കാം. അങ്ങനെ ഉഖബ റളിയല്ലാഹു അൻഹു ചോദിച്ചു. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്ന കാണാം, അങ്ങനെ ഉഖബ റളിയല്ലാഹു അൻഹു തിരിച്ച് യാത്ര ചെയ്തപ്പോൾ കറക്റ്റ് 2.5 ദിവസം കൊണ്ട് ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. റസൂലുള്ളാഹിന്റെ ഫദ്ല യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ. മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ആ ഇമാം തബറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ മുഅ്ജമുൽ ഔസത്ത്, അങ്ങനെ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ദീർഘയാത്ര ചെയ്ത് റസൂലുള്ളാഹിന്റെ ഖബറിനടുക്കൽ എത്തുകയാണ്. അല്ലാമ ഇബ്നു കസീർ അവിടുത്തെ താരീഖ് രേഖപ്പെടുത്തുന്ന ഈ സംഭവം കാണാം. മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു നമുക്കറിയാവുന്ന പോലെ വളരെ വലിയ മുഹദ്ദിസാണ്, വളരെ പഴക്കമുള്ളവരാണ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഖബർ ശരീഫിനടുക്കൽ വന്നിട്ടോ ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ട്. അന്ന് മദീനയുടെ പരിസര പ്രദേശത്തൊന്നും വീടുകളില്ല, കടകളില്ല, ഒന്നുമില്ലാത്ത സ്ഥലം. അങ്ങനെ വിശപ്പ് കൊണ്ട് അങ്ങേയറ്റം പരവശനായി, ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വണ്ണം കുഴഞ്ഞു വീഴുന്ന ഒരു പരുവം. റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിനടുക്കൽ വന്നിട്ട് യാ റസൂലല്ലാഹ് അൽ ജൂ, വിശപ്പിനൊരു പരിഹാരം തരണം, ഏറ്റവും അടിയന്തരമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഉള്ളത്. അത് പറഞ്ഞ് അവിടെ വീണങ്ങ് ഉറങ്ങിപ്പോയി, മയങ്ങിപ്പോയി. മണിക്കൂർ 1 മുമ്പ് തന്നെ ഒരാൾ വന്ന് വിളിച്ചുണർത്തുകയാണ്, നിങ്ങൾക്കുള്ള ആഹാരം റെഡിയാണ്, വേഗം കഴിച്ചോളി, ആഹാരം കഴിച്ചോളി. എല്ലാ വിഭവങ്ങളുമായി അവിടെ എത്തിക്കഴിഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണ്? നബി തങ്ങൾ എന്നോട് വന്ന് സ്വപ്നത്തിൽ അറിയിച്ചതാണ്, ഞാനവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, പെട്ടെന്ന് ആഹാരം കൊണ്ടു കൊടുക്കാൻ എന്നോട് അറിയിച്ചു, ഞാൻ ആഹാരവുമായി വന്നതാണെന്ന്. എത്ര ഫദ്ല കിട്ടാനുള്ളത് നബി തങ്ങളിൽ നിന്നും. ഈ ഫദ്ലുകൾ ചോദിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ എത്രയോ മഹാന്മാർ നേടി. മഹാനായ റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? മദീനയിൽ അന്ന് ഭയങ്കര തണുപ്പ്, കൊടും തണുപ്പ്, മരം കോച്ചുന്ന തണുപ്പ്. ആ തണുപ്പിനിടയിൽ നമുക്കറിയാം, ആ സമയത്ത് അവിടെ നിന്നാൽ നമ്മളിങ്ങനെ വിറച്ചങ്ങ് വീണുപോകും, സംസാരിക്കുക സാധിക്കില്ല, ചുണ്ടുകൾ ഇങ്ങനെ അടിച്ചു പോകും. അത്രയും കൊടിയ തണുപ്പാണ്. അതാണ് നേരത്തെ ഹദീസിൽ പറഞ്ഞ മൻ സബറ അലാ ലഅവാഇൽ മദീനതി വശദ്ദതിഹാ ഉൻദലഹു ശഫീഅൻ യൗമൽ ഖിയാമ. മദീനയിലെ കാഠിന്യതകൾ ആരെങ്കിലും സഹിക്കുമെങ്കിൽ ഞാൻ അവന് നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുമെന്നാണ്. ക്ഷമിക്കണമത്, അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് നമുക്കറിയാവുന്ന പോലെ ഇന്നലെ നമ്മൾ കണ്ടു അല്ലേ? ആ വീട് റസൂലുള്ളാഹി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലാണ് ഇന്ന് ഉറങ്ങുന്നത്. തൊട്ടപ്പുറത്താണ് സൗദ റളിയല്ലാഹു അൻഹ വീട്, തൊട്ടപ്പുറത്താണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ടേബിളുകളുടെ വ്യത്യാസമേ ഉള്ളൂ.
റസൂലുള്ളാഹിന്റെ എല്ലാ ഭാര്യമാരുടെയും വീടുകൾ തൊട്ടടുത്ത് ഇങ്ങനെയാണ്. അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലാണ് നബി തങ്ങളുടെ ഖബറുള്ളത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈന്തപ്പന ഓല കൊണ്ട് മടഞ്ഞ ഈന്തപ്പനയുടെ ആ ഓലയുടെ മടലുകൾ പറക്കി വെച്ച് അതിന്റെ മുകളിൽ ചെളി നിറച്ചു വെച്ചിട്ടുള്ള രണ്ടാം നില. ആ രണ്ടാം നിലയിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ കഴിയുമ്പോൾ താഴെ ആ വീടിന്റെ ഭിത്തിയുടെ ഓരത്ത് വിറച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു. കാരണം അന്നൊരു ചാൻസ് ഉണ്ട്. എന്താ ചാൻസ്? മറ്റുള്ള സ്വഹാബികളെല്ലാം പോയി. അപ്പൊ ഇന്ന് രാത്രിയിൽ നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. നബി തങ്ങൾ ഇതാ പാതിരാവെത്തിയപ്പോ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി വാതിൽ തുറന്നിങ്ങനെ പുറത്തേക്ക് വരുന്നു. ആ സമയം റബീഅ റളിയല്ലാഹു അൻഹു ഇതാ നബി തങ്ങൾക്ക് ആ വെള്ളം തരാൻ ആവശ്യപ്പെട്ടു. കിട്ടിയ വിറകിന്റെ കഷണങ്ങൾ കൊണ്ടൊന്ന് ചൂടാക്കി അല്പം വെള്ളം ചൂടാക്കി കൊടുത്തു. നബി തങ്ങൾക്ക് വളരെ സന്തോഷമായി. ആ വുളു ഒക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, സൽ യാ റബീഅ, ചോദിക്കൂ, അല്ലാഹു എനിക്ക് ഒരുപാട് ഫദ്ൽ ചെയ്തു തന്നിട്ടില്ലേ, ഒരു ഫദ്ൽ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങിക്കൂടെ ഈ സമയത്ത്? ആ സമയത്താണ് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? മുറാഫഖത്തുക ഫിൽ ജന്ന, സ്വർഗത്തിൽ അവിടുത്തെ അടുത്തൊരു സീറ്റ് വേണം, കൂടെ വേണം. അപ്പൊ ആ സീറ്റ് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് നബി തങ്ങൾ പറയുന്നു, ജാമിഉൽ മസാനീദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം, അന ഫാഇലുൻ ദാലിക ഇൻഷാ അല്ലാഹ്, ഞാനത് തരാം. അബൂ ഹുറൈറ ദാലിക എന്ന് ചോദിക്കുന്നുണ്ട് സഹീഹ് മുസ്ലിമിന്റെ റിവായത്തിൽ. അബൂ ഹുറൈറ ദാലിക, അതല്ലാത്ത വേറെ എന്തെങ്കിലും മതിയോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ ദാക യാ റസൂലല്ലാഹ്, അത് തന്നെ മതി, വേറൊന്നും എനിക്ക് ആവശ്യമില്ല. നബി തങ്ങളുടെ ആ സാന്നിധ്യം തന്നെ എനിക്ക് വേണം, സ്വർഗത്തിൽ സാമീപ്യം വേണം. ഇത് ചോദിച്ചപ്പോഴാണ് സഹീഹ് മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, ധാരാളം ഇബാദത്ത് ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നു. ഫഅഇന്നി എന്നുള്ള ഫാഇന്റെ അർത്ഥം എന്താ? അത് ഈ ജാമിഉൽ മസാനീദിന്റെ റിവായത്തിൽ കാണുന്ന പോലെ അന ഫാഇലുൻ ദാലിക ഇൻഷാ അല്ലാഹ്, ഞാനത് ചെയ്തു തരും. ഇതാണ് ഫദ്ൽ. ഈ നിലയ്ക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ഫദ്ലുകൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങിയവരെത്രേ, ധാരാളം പേരല്ലേ. മഹാനായ ഇമാമു ദാറുൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന എന്ന് പറയുന്ന പ്രദേശത്ത് പോലും കുതിരപ്പുറത്ത് സഞ്ചരിക്കില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെരുപ്പിട്ട് നടക്കില്ല, മദീനയിൽ ടോയ്ലറ്റിൽ പോവുകയില്ല. മദീനയിലെ ടോയ്ലറ്റ് ഒന്നും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉപയോഗിക്കില്ല. മദീന എത്രയാണ് അവർ സ്നേഹിച്ചത്. അതാണ് അൽ മദീനത്തു കൽ കീർ തംഫി ഖുബ്സഹാ, മദീന ലക്ഷ്യം വെച്ചൊന്ന് ചെന്നാൽ മതി. അല്ലാമ ഇഖ്ബാൽ ചോദിച്ചല്ലോ, ഓ ദിൻ കബായേഗ ഹം മദീന ജായേ, ഓ ദിൻ കബായേഗ ഹം മദീന ജായേ. ആ ദിവസം എന്നാണ് വരിക? ആ ദിവസം എന്നാണ് വരിക? അന്ന് നമുക്കൊന്ന് മദീന പോകണ്ടേ? ആ മദീനയിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകളിൽ അവിടെ 6 ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എവിടെയാ? റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെയും ആ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് 6 ബോർഡുകൾ കാണാം നിങ്ങൾക്ക്. അതിൽ ബോർഡിലുണ്ടല്ലോ, ഇന്നൽ ഈമാന ലയഇർസു ഇലൽ മദീന കമാ തഇർസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് അതിങ്ങനെ ഷോപ്പിങ്ങിന് പോകാറില്ല, ഇരയെ പിടിക്കാൻ വേണ്ടി പുറത്തു വരും, വന്നാൽ അപ്പോഴേ അകത്തേക്ക് പോകും. കഴിഞ്ഞു. ആ നിലയ്ക്ക് ഈമാൻ അത് മദീനയിലേക്ക് ഇങ്ങനെ വിലയം പ്രാപിച്ചുകൊണ്ടിരിക്കും, അണഞ്ഞുകൊണ്ടിരിക്കും. അത് പാമ്പ് മാളത്തിലേക്ക് തിരിച്ചു പോകുന്ന പോലെ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്ന കാണാം, ഫകുല്ലു സാബിത്തുൽ ഈമാൻ, ഈമാൻ ഉറച്ച ഏതൊരു മനുഷ്യനും വമുൻശരിഹു സദ്രി ബിഹി, ഈമാൻ കൊണ്ട് ഹൃദയ വിശാലത കിട്ടിയ മനുഷ്യൻ യർഹലു ഇലൈഹാ, മദീനയിലേക്ക് അവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാമ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞാൽ ശറഹ് മുസ്ലിമിൽ ആധികാരികമായി ഇമാം നബവി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന പണ്ഡിതനാണ്. ഒരു ആധികാരിക വിഷയം പറയണമെങ്കിൽ അവിടെ കൊണ്ടുവരുന്നത് ആരെയാ? ഖാദി ഇയാദ് റഹിമഹുല്ലാഹയാണ്. ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നു, യർഹലു ഇലൈഹാ, അവരിങ്ങനെ മദീനയിലേക്ക് പോകും. പിന്നീടോ അവസാന കാലം എത്തുമ്പോ നമ്മുടെ ഈ കാലം വരെയുള്ള ആളുകൾ
മുഅ്മിനുകൾ അവരിതാ പോകുന്നു സിയാറത്തി ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഖബർ സിയാറത്തിന് വേണ്ടി അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. മിന്നൽ ഈമാന ലയരിസു ഇലൽ മദീന. ഈമാൻ മദീനയിലേക്ക് അണയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നു, വത്തബറുകി ബിമുശാഹദതി ആസാരിഹി. നബി തങ്ങൾ ആസാറുകൾ കണ്ടുകൊണ്ട് ഈമാനിനെ ഉറപ്പിക്കുവാനായിട്ട് അവർ മദീനയിലേക്ക് പോകും. ഫലാ യഅ്തിഹാ ഇല്ലാ മുഅ്മിൻ. ശരിയായ മുഅ്മിനല്ലാതെ മദീനയിൽ വരികയില്ല. ഇത് വളരെ കൃത്യമാണ്. ശറഹ് മുസ്ലിമിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അവിടെ മദീനയിലേക്ക് മുഅ്മിനില്ലാതെ വരികയില്ല. ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ മറ്റൊരു ബോർഡ് കാണാം. അറബിയിൽ ഒരു ബോർഡ് വീണ്ടും അവിടെ കാണാം. എന്താണ്? ശഫാഅതി ഹഖ്ഖുൻ യൗമൽ ഖിയാമ ഫമൻ അൻകറഹാ ഫലൈസ മിൻ അഹ്ലിഹാ. എന്റെ ശഫാഅത്ത് നാളെ മഹ്ശറിൽ ഉണ്ടെന്ന കാര്യം യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ഉറപ്പാണ്. ഫമൻ അൻകറഹാ, അതാരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ ഫലൈസ മിൻ അഹ്ലിഹാ, അവരെ ശഫാഅത്ത് കിട്ടില്ല എന്നൊരു താക്കീദിന്റെ ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റൗളത്തും റിയാദുൽ ജന്നയിൽ നോക്കിയാൽ ആ ബോർഡ് കാണാം. അതിന്റെ അർത്ഥം എന്താ? മൻ സാറ ഖബരി വജബത ലഹു ശഫാഅതി. എന്റെ ഖബർ ആര് സിയാറത്ത് ചെയ്യുന്നുവോ അവന്റെ ശഫാഅത്ത് ഉറപ്പാ. അപ്പൊ ആ ശഫാഅത്തിനെ തള്ളിയാൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? എന്നെ ആരെങ്കിലും സിയാറത്ത് ചെയ്യാതിരുന്നാൽ അവനെന്റെ ശഫാഅത്ത് കിട്ടുകയില്ലെന്ന് തന്നെ. അദ്ദുറുൽ മുനല്ലം ഈ സിയാറത്തിൽ ഖബറിൽ മുഅല്ലം എന്ന് പറഞ്ഞ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു കിതാബിൽ കാണാം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മൻസാറ ഖബരി വജബത ലഹു ശഫാഅതി എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. മൻസാറ ഖബരി വജബത ലഹു ശഫാഅതി, ഖബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് ശഫാഅത്ത് ഉറപ്പാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് ശഫാഅത്ത് ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഉറപ്പില്ല എന്ന് തന്നെയാണ്. ചെയ്തെങ്കിൽ ഉറപ്പായി, ബാക്കിയുള്ളവർക്ക് അല്ലാഹുവിന്റെ ഫضل കൊണ്ട് കിട്ടും. എന്നാൽ ജൗഹറുൽ മുനല്ലമിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി കാണാം. ഈ അർത്ഥത്തിൽ ശുദ്ധമായ മദീനയിലേക്ക് മുഅ്മിനിന്റെ എപ്പോഴും കൽബുകൾ തിരിഞ്ഞിരിക്കണം. അവിടെയാണ് അബ്ദുൽ മിസ്കീൻ, അങ്ങയുടെ മിസ്കീനായ ഈ ഖാദിം യർജു ഫضലകൽ ജമൽ ഗഫീർ, അവിടത്തേക്ക് കിട്ടിയ അനന്തമായിരിക്കുന്ന ഫضലുകൾ, ആ ഫضലിൽ നിങ്ങൾ ഒന്ന് ചോദിക്കുകയാണ്. ഫജുദ്ലി ബിഖബരിൻ മിൻ ബഖീഇൻ ഖരീരിനാ ജിവാറക തജറുസലി ബിൽ ഫضലി വൽ മുനാ. അതുകൊണ്ട് ഈ ബഖീഇൽ ഒരിടം തന്ന് അങ്ങൊന്ന് സഹായിക്കണം ലഭിതങ്ങളെ. ഇതാണ് മഹാന്മാർ ആഗ്രഹിച്ചത്. അല്ലാമ ഇഖ്ബാൽ ഇങ്ങനെ പാടിയത് കാണാം. ഹർ ഇബ്തിദാ സെ പഹ്ലെ ഹർ ഇന്തിഹാ കെ ബാദ് സാത്തെ നബി ബുലന്ദ് ഹേ. എല്ലാ തുടക്കത്തിന്റെയും അപ്പുറം, എല്ലാ അവസാനങ്ങളുടെയും ശേഷം ഓ നബിതങ്ങളെ അവിടുത്തെ ദാത്ത് അത് ബുലന്താണ്, അതിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അതിനേക്കാളും ഉയർന്ന ഒന്നും ഇവിടെയില്ല. സാത്തെ ഖുദാ കെ ബാദ് ദുനിയാ മേം ഇഹ്തിറാം കെ ഖാബിൽ മുസ്തഫാ ഹേ. അല്ലാഹു കഴിഞ്ഞാൽ ഈ ലോകത്ത് പിന്നെ എല്ലാത്തിനേക്കാളും ബഹുമാനമുള്ളത് അവിടുത്തേക്കാണ്. ഈ ഒരു വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. മഹാനായ അല്ലാമ ഇബ്നുൽ ഹജ്ജുൽ മാലിക്കി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ മദ്ഖൽ എന്ന് പറയുന്ന 2 വാള്യമുള്ള കിതാബാണ്. ആ കിതാബ് എല്ലാവരും മുതാല ചെയ്യേണ്ടതാണ്. ആ കിതാബിൽ ഇസ്തിഗാസയെ കുറിച്ചുണ്ട്, തവസ്സുലിനെ കുറിച്ചുണ്ട്, മീലാദിനെ കുറിച്ചുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ മഹാനായ ഇബ്നുൽ ഹജ്ജ് റഹിമഹുല്ലാഹ് പറയുന്ന കാണാം, വഖഅൽ ഇജ്മാഅ്, ഇജ്മാഅ് സംഭവിച്ചു കഴിഞ്ഞു. ഇജ്മാഅ് ഉണ്ടെന്ന വിഷയത്തിൽ അലാ അന്ന അഫ്ളൽ ബിഖാൾ അൽ മൗദിഉ അല്ലദീ ളമ്മ അഅ്ളാഹുൽ കരീമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ശരീരം ചേർന്നിരിക്കുന്ന മണ്ണാണ് അർശിനേക്കാളും കുർസിയിനേക്കാളും ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ഏറ്റവും അഫ്ളൽ എന്ന വിഷയത്തിൽ ഇജ്മാഅ് ഉണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ഇജ്മാഅ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട അത് കഴിഞ്ഞാൽ പിന്നെ കഅബയാണ്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നീട് മദീനയാണ്, പിന്നെയാണ് മക്ക. അതുകൊണ്ട് തന്നെ നാളെ മഹ്ശറിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഖബറിൽ നിന്ന് ആദ്യമായി ലോകത്ത് പുറത്തു വരുന്ന ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളാണ്.
അത് കഴിഞ്ഞാൽ ജന്നത്തുൽ ബഖീഇലുള്ള 70,000 പേരാണ്. അത് കഴിഞ്ഞാണ് ജന്നത്തുൽ മുഅല്ലയിലുള്ളവർ പുറത്തു വരിക. പിന്നെയാണ് ബാക്കി ജന്നത്തുൽ ബഖീഇലുള്ളവർ പുറത്തു വരിക. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണാം. നമുക്ക് ഹബീബിന വസീദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അളവറ്റ് സ്നേഹിക്കുവാനും അവിടുത്തെ ആ പുണ്യമായിട്ടുള്ള ശരീരം ഉൾപ്പെടെയുള്ള അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ബഹുമാനം എങ്ങനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ആ നിലയ്ക്ക് ആദരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു തൗഫീഖ് നൽകുക അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ശൈഖ് വലിയുല്ലാഹി ദഹ്ലവി രേഖപ്പെടുത്തി വെച്ചൊരു കിതാബിൽ ഇങ്ങനെയും കൂടി കാണാം. അവസാന സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം ഖബർ ശരീഫിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹും കൂടി ഇറക്കി വെക്കുമ്പോൾ നബി തങ്ങൾ ആധരങ്ങൾ ചലിക്കുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഖബറിൽ വെക്കപ്പെടുന്ന നബി തങ്ങൾ ആധരങ്ങൾ പറയുന്നത് ഉമ്മത്തി എന്നാണെന്ന് കിതാബിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തിലായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.